ഇതുവരെ കാണാത്ത കാര്യമല്ലേ നമ്മളിപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഒബ്സർവേഷൻ കിട്ടിയത്. വഖഫ് ബോർഡിന് പ്രോപ്പർട്ടി അല്ലാന്ന്, പിന്നെ അവർക്ക് റവന്യൂ അവകാശം കിട്ടണമെന്ന് ഹൈക്കോർട്ട് ഒരു ഒബ്സർവേഷൻ കൊടുത്തില്ലേ? അത് പെട്ടെന്നാണോ വന്നത്? അങ്ങനെ ഒരു മാജിക് ആണോ? അത് പാർലമെന്റിന്റെ ഒരു വില്ല് മനസ്സിലാക്കിയിട്ടല്ലേ? അപ്പോൾ സമരം അവസാനിക്കണം. കാരണം വഖഫ് അമെൻഡ്മെന്റ് ബില്ല് പാസ്സായല്ലോ. ഇനിയിപ്പോൾ എന്തിനാ സമരം? അല്ല, അതൊരു നോക്കൂ, സമരം ചെയ്യാനും സമരം പിൻവലിക്കാനും എല്ലാവരും അവകാശമാണ്. അതിലിപ്പോ ഞാൻ എന്താ പറയേണ്ടത്? നോക്കൂ, നോക്കൂ, ഞാൻ പറയട്ടെ, ഇത് ശ്രദ്ധ തിരിക്കാൻ ഈ ഇലക്ഷന് മുമ്പ് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റെസ്പോൺസാണ്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോർട്ട് പോവുക, കേസ് ഫയൽ ചെയ്യുക, പോലീസ് അന്വേഷിക്കുക. അത് തെറ്റാണെങ്കിൽ തെറ്റായിട്ട് കാണുക, തെറ്റല്ലെങ്കിൽ തെറ്റ് അക്യൂസ്ഡിന് ഒരു റൈറ്റ് ഉണ്ട് ഡിഫെൻഡ് ചെയ്യാൻ. അദ്ദേഹം ഡിഫെൻഡ് ചെയ്തോളും. ഈ എന്താണ് ഇല്ല കില്ലിങ്, ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട് ഗ്യാസ് ലൈറ്റിങ്, മനസ്സിലായില്ലേ? ഒരു ആക്ച്വലി ഒരു ക്രിമിനൽ ആക്ട് ആണത്. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്താ ഒരു പകുതിയല്ല, ഒരു 10% ട്രൂത്തും അതിലൊരു 50% എംബലിഷ്മെന്റ് ചെയ്തിട്ടൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്നത്, അത് ഇംഗ്ലീഷിൽ അത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. സാരില്ല, ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. ആദ്യത്തെ ഞങ്ങൾ 0 ടോളറൻസ് ആണ്. അഴിമതി ഇതിനെക്കുറിച്ച് ഈ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഇഷ്യൂവിനെ കുറിച്ച് 0 ടോളറൻസ് ടുവേർഡ്സ് കറപ്ഷൻ. ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്ത് പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇദ്ദേഹം ഡിഫെൻഡ് ചെയ്യും. എന്തോ അല്ല, ഈ എലക്ഷൻ കഴിയട്ടെ. ഇതിപ്പോൾ എലക്ഷന്റെ മുമ്പ് ഞങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇത് ഓരോരോ കാര്യം, അത് അവരെ തന്ത്രമാണ്, അത് ഡെലിബറേറ്റ് ആണ്. ഞാൻ അതിൽ പെടാൻ പോകുന്നില്ല. ഞാൻ ആദ്യം പോകുന്നത് പറയുന്നത്, ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട് വികസനം, ജനങ്ങളുടെ അവകാശമാണ് വികസനം. അതിനുവേണ്ടി ഞങ്ങളൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ഇതിപ്പോൾ 3 കൊല്ലം മുമ്പല്ലേ നടന്നത്, 3-4 കൊല്ലം മുമ്പേ. ഇനിയിപ്പോൾ 15-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ല, രേഖ ഇപ്പോൾ പുറത്തായി. ഇലക്ഷൻ്റെ 4 ദിവസം മുമ്പ് ഞാൻ പറയുന്നത്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ 100% ഉറപ്പ് തരുന്നു, ഇതെല്ലാം ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. 100%. ഈ നോക്കൂ, ഞാൻ പറയട്ടെ, ഈ കൾച്ചർ ഉണ്ടല്ലോ, കറപ്ഷന്റെ കൾച്ചർ, ഇത് പെട്ടെന്ന് ഒരാൾ ഉണ്ടാക്കുന്ന കൾച്ചറൊന്നുമല്ല, ഇത് പെട്ടെന്ന് സൃഷ്ടിക്കുന്ന കൾച്ചറൊന്നുമല്ല. ഇന്ത്യയിൽ ഇത് 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 2014 കഴിഞ്ഞിട്ടാണ് ആ കൾച്ചർ മാറ്റിയത്. അപ്പോൾ ഇത് പെട്ടെന്ന് പിണറായി വിജയന്റെ സർക്കാർ തുടങ്ങിയതാണെന്നോ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ ഫോട്ടോഗ്രാഫ്, കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിൽ ആരാ കയറ്റിയത് നമുക്കറിയാം, അത് കോൺഗ്രസ് സർക്കാരായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തുടങ്ങി ഇവർ മാത്രം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഇവർ നന്നായിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തു മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷെ ഇത് തുടങ്ങിയത്, ഈ കൾച്ചർ തുടങ്ങിയത് കോൺഗ്രസിന്റെ സമയമാണ്. ഞാനല്ല പറഞ്ഞത്, 2015 നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. കോൺഗ്രസിന്റെ അഴിമതിനെ കുറിച്ച് ആരായിരുന്നു വലിയ ഡയലോഗ് അടിച്ചത്? ശകലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം ആരാ വലിയ ഡയലോഗ് അടിച്ചത്? അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ. അത് എന്തുകൊണ്ട്? അവിടെ അഴിമതി നടന്ന സർക്കാരായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സംസ്കാരം മാറ്റാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ സ്വാഗതവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് അവരുടെ അവകാശമാണ് സമരം ചെയ്യാനും നിർത്താനും. ഞാൻ അതിനെക്കുറിച്ച് എന്തിനാണ് ഞാൻ പറഞ്ഞത്? അല്ല, സമരം ചെയ്യുന്ന അവരുടെ റൈറ്റ് അല്ലേ. അതിനെന്തിനാ എനിക്കൊരു നിലപാട്? വഖഫിനെ കുറിച്ച് എനിക്കൊരു നിലപാടുണ്ട്, പാർട്ടിക്കൊരു നിലപാടുണ്ട്, സർക്കാർ ഗവൺമെന്റ് എനിക്കൊരു നിലപാടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞു. ബാക്കി എന്ത് ചെയ്യുന്നു, ആര് ചെയ്യുന്നു, അതെല്ലാം അവർ ചെയ്യട്ടെ. ഒളിമ്പിക്സ് വെന്യൂ ആക്കും. എന്താണ് പരിഹാസം?
അത് കുറെ കാര്യങ്ങൾ അവർക്ക് അങ്ങനെ ചോദിക്കും, എങ്ങനെ നടക്കും, ഇതുവരെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം, ഞങ്ങൾക്ക് ഭരിക്കാനൊരു അവസരം തരണം, അതെല്ലാം ഞാൻ ക്ലാസ് എടുക്കാം. പറഞ്ഞു. ഒരു ചർച്ചന്റെ ആവശ്യമില്ല. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ വികസനം ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് വിശ്വസിച്ചിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് പ്രവർത്തനം, അങ്ങനെയാണ് അധ്വാനിക്കാൻ പോകുന്നത്.